ആഷികെ, ഈ പി സി ജോർജ് എന്ന കേരള രാഷ്ട്രീയത്തിൽ ഒരു സമയം ശരിക്കും അതികായനായിരുന്നു. പല ഡിസിഷനുകൾ എടുക്കുന്നതിൽ രണ്ട് മുന്നണികളിലും ഏറ്റവും കൂടുതൽ ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഒരു നേതാവ്, വളരെ പ്രസക്തനായ നേതാവ്. ഇടതുപക്ഷത്ത് ഞാൻ കേട്ടിട്ടുള്ളത് VS അച്യുതാനന്ദനുമായി വളരെ ആക്സസ് ഉണ്ടായിരുന്ന ഒരു നേതാവാണ് ഈ പി സി ജോർജ്. അദ്ദേഹം ഇന്നലെ വരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ നിന്ന് അദ്ദേഹം മാറുകയാണ്. അദ്ദേഹം UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്, പിന്നെ സ്വതന്ത്രനായി മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത്തവണ പൂഞ്ഞാറിൽ മത്സരിക്കുന്നത് NDA സ്ഥാനാർത്ഥിയായിട്ടാണ്. അപ്പോൾ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ അദ്ദേഹം ഇറങ്ങുന്നതിന് മുമ്പ് അത്ര കണ്ടെങ്കിൽ ഒരു നല്ല അന്തരീക്ഷമല്ല പൂഞ്ഞാറിൽ അദ്ദേഹം ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സർക്കംസ്റ്റാൻസസ് ഈ പി സി ജോർജ് മത്സരിക്കുന്ന ഈ അവസരത്തിൽ? ചേട്ടാ, പി സി ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹം 9 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അതിൽ 7 തവണ അദ്ദേഹം സഭയിൽ എത്തിയിട്ടുണ്ട്. 2 തവണയാണ് അദ്ദേഹം തോറ്റത്. 1987-ലും 2021-ലും. ഇതേ സമയമൊക്കെ അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. 2 മുന്നണിക്കെതിരെ കരുത്തനായ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് മറ്റുള്ള മുന്നണികൾക്ക് പിന്തുണ നൽകിയിട്ടുമുണ്ട്. അതെ, 2019 ശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയതിനു ശേഷമാണ് രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ഇടിവ് സംഭവിച്ചത്. അതിനു മുമ്പ് എല്ലാ പൂഞ്ഞാറൻ മണ്ഡലത്തിലെ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെട്ട് സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഈ 2019 ശേഷം ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം പി സി ജോർജ് എന്നുള്ള ഒരു വ്യക്തിയുടെ രാഷ്ട്രീയം ഭാവി ഏതാണ്ട് കഴിയുന്ന ടാനിഷായിപ്പോയി. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ആലോചിക്കണം. വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് ഓരോ തവണയും ജയിച്ച് മുന്നോട്ട് വന്നത്. 2021 സെബാസ്റ്റ്യൻ കുളത്തുങ്കലോടാണ് 10,000 വോട്ടിന്റെ തോൽവി ഏറ്റുവാങ്ങിയത്. അതെന്തുകൊണ്ടാണെന്ന് പറയാതെ അറിയാലോ. തീർച്ചയായിട്ടും LDF നല്ല കളിയാണ്. കാര്യം LDFിന്റെ പാലം വലിയാണ് ഈ തോൽവിക്ക് കാരണം ഉണ്ടായത്. കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചത് LDFിന്റെയും മുസ്ലിം വോട്ടിന്റെയും കൂടെ ഒരു പ്രാതിനിധ്യം ഉണ്ടായത്. അതെ, ആ കമ്മ്യൂണിറ്റി വോട്ടിന്റെ കാര്യം തന്നെയാണ് ഞാൻ അവിടെയാണ് അദ്ദേഹത്തിന് പാളിച്ച പറ്റിയത്. അദ്ദേഹം അത് മാത്രമല്ല, ഈ പ്രചരണ സമയത്ത് നിന്റെ ഒന്നും വോട്ടുകൾ എനിക്ക് വേണ്ടടാ എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇപ്പോഴും അത് നമുക്ക് യൂട്യൂബിൽ കിട്ടുകയും കാണാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പൂഞ്ഞാറ് ഒരിക്കൽ കൂടി പി സി ജോർജ് മത്സരിക്കാൻ വരുമ്പോൾ പി സി ജോർജ് എങ്ങനെയാണ് NDAയിലേക്ക് അല്ലെങ്കിൽ NDAയിൽ അഭയം തേടിയത് എന്നുള്ളത് നമുക്കിവിടെ പറയാതെ പോകാൻ കഴിയില്ല. അദ്ദേഹം 2 മുന്നണികളെയും അദ്ദേഹം നമ്മൾ സംസാരിച്ച സമയത്ത് തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ കേട്ടറിവ് എന്ന് പറയുന്നത് VS അച്യുതാനന്ദന് ഈ വാർത്തകളുടെ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ സോഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകർക്ക് സോഴ്സ് ഉണ്ട് എന്ന് പറയുന്ന പോലെ VSന് കുറേ ഉദ്യോഗസ്ഥരുടെ സോഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൂന്നാർ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം നടത്തിയ ആ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കാനൊക്കെ VS പോയത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ വളരെ ഗഹനമായിട്ടുള്ള ഒരുപാട് ഈ സോഴ്സുകൾ, ഗവൺമെൻറ് രേഖകളിൽ നിന്ന് പി സി ജോർജിന് കിട്ടിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പി സി ജോർജ് അത്ര കണ്ട് ഈ പറയുന്ന ഈ അഴിമതി കഥകളുടെ, അഴിമതി ആരോപണങ്ങൾ ഉള്ള, അല്ലെങ്കിൽ അതൊരു വാർത്തയാക്കാൻ സ്കൂപ്പുള്ള കാര്യങ്ങൾ കിട്ടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അത്ര കണ്ട് അദ്ദേഹത്തിന് വളരെ ബന്ധമുണ്ടായിരുന്നു. അത്ര ആക്സസ് പല സോഴ്സുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഞാൻ ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്ന സമയം അവിടെ നമ്മുടെ തന്നെ ചാനലിലെ പ്രമുഖരായിട്ടുള്ള ചില റിപ്പോർട്ടേഴ്സ് പി സി ജോർജിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും പി സി ജോർജ് നൽകുന്ന ഉപദേശം കേൾക്കുകയും പി സി ജോർജ് പറയുന്ന രാഷ്ട്രീയ മാനങ്ങൾ ഉൾക്കൊള്ളുകയും ഇതേപോലുള്ള പല പുതിയ വാർത്തകൾ കണ്ടെത്തുന്ന കാര്യമൊക്കെ സംസാരിക്കുന്നതിന് കണ്ടു. അന്ന് പി സി ജോർജ് അധികായനാണ്. ആ പി സി ജോർജ് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ചീഫ് വിപ്പ് വരെ ആയിരുന്ന, UDF ഭരണകാലത്ത് ചീഫ് വിപ്പ് ആയിരുന്ന പി സി ജോർജ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയം, അദ്ദേഹം 2 മുന്നണികളോടും പെരുമാറിയ രീതി 2 മുന്നണിക്കും ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് അദ്ദേഹം സ്വതന്ത്രനായിട്ടൊക്കെ തീരുന്നത്. പിന്നീട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന രീതിയിൽ ഈ സെൽവരാജ് എന്ന് പറയുന്ന LDFിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന CPM നേതാവിനെ അടർത്തിയെടുത്ത് UDF പാളയത്തിൽ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ച് സെൽവരാജിനെ ജയിപ്പിച്ചെടുത്ത തരത്തിലൊക്കെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലേ, അത്തരത്തിലൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കേരള രാഷ്ട്രീയത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ പി സി ജോർജിനെ ഒരു അഭിമുഖം എടുക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, അദ്ദേഹം അവിടുത്തെ ഒരു ചെറിയ രാജാവിനെ പോലെയാണ് കഴിയുന്നത്. അദ്ദേഹത്തിന് ഈ കേരള കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കേരള കോൺഗ്രസിനകത്ത് പല രഹസ്യങ്ങളും, അതായത് മാണിസാർ ജീവിച്ചിരിക്കുമ്പോൾ മാണിസാറിനോടൊപ്പം ഇടിച്ചു നിൽക്കുക, ഇപ്പം നമ്മുടെ പി ജെ ജോസഫ് ഉണ്ട്, പി ജെ ജോസഫിനോട് ഇടിച്ചു നിൽക്കുക. അപ്പോൾ ഇവരോടൊക്കെ ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് ഓരോ പേര് വെച്ചിട്ട് കേരള കോൺഗ്രസ് ആയി, ഇപ്പോൾ ബാലകൃഷ്ണനുള്ള കോൺഗ്രസ്, അങ്ങനെയൊക്കെ ആയതുപോലെ
അദ്ദേഹം ആ കേരള കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെതായ ഒരു കേരള കോൺഗ്രസ് അദ്ദേഹം ഉണ്ടാക്കിയ ഒരാളാണ്. അതാണല്ലോ ജനപക്ഷം എന്നുള്ളൊരു പാർട്ടിയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. 2019 ശേഷം BJP-യിലേക്ക് ഡിസോൾവ് ചെയ്ത് അദ്ദേഹം ദേശീയ അംഗമായി മാറുകയാണ്. അല്ല, അത്ര കണ്ട് ഇങ്ങനെ രണ്ട് പക്ഷത്തിൽ പ്രത്യേകിച്ച് VS-നോടൊപ്പം നിന്ന നേതാവ് പിന്നീട് UDF-ന്റെ പക്ഷത്തേക്ക് പോയിട്ട് പിന്നീട് പിണറായി വിജയൻ ഭരണത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിനെ വല്ലാതെ കോർണർ ചെയ്തു. അദ്ദേഹം സരിതയ്ക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു, ഇതെല്ലാം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തെ വല്ലാതെ ഹരാസ് ചെയ്യുന്നു. ഇങ്ങനെ ഹരാസ് ചെയ്യുന്ന അദ്ദേഹത്തിന് ഒരു അഭയം തേടി പോകേണ്ടി വന്നു. ഈ പറയുന്ന BJP-യിലേക്ക് അദ്ദേഹത്തിന് അഭയം തേടി പോകേണ്ടി വന്നു. അങ്ങനെയാണ്, അതായത് ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് ഇദ്ദേഹത്തിനെ വളഞ്ഞിട്ട് പിടിക്കത്തക്ക രീതിയിൽ ഈ സരിത കേസ് തന്നെ സരിതയെ കൊണ്ട് ഇദ്ദേഹത്തിനെ ട്രാപ്പിപ്പെടുത്തുകയാണ്. അതെ, അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം പുറത്തു വരുന്നു. അങ്ങനെ PC ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ കരിയർ ഇല്ലാതാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു സർക്കാരാണ് ഈ കഴിഞ്ഞ സർക്കാർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഇവർക്കെതിരെ ഏറ്റവും ഒരു വലിയ ബദലായി നിൽക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ മകനും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ പാലയിൽ. നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിൽക്കുന്നു. ക്രിസംഗികളുടെ വോട്ട് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. ഇത് ഏതായാലും പൂഞ്ഞാർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു വേള നിന്ന് ജയിച്ച സ്ഥലമാണ് എന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഈ സിറ്റിംഗ് MLA അല്ലേ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം തന്നെയാണ് LDF-ന്റെ സ്ഥാനാർത്ഥി. ഇത് നമ്മൾ കഴിഞ്ഞ ഈ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിന്റെ ശതമാനമൊക്കെ ഒന്ന് പറയാം മോഷിക്ക, എങ്ങനെയൊക്കെയാണ്? അതായത് കഴിഞ്ഞ 2021 ഇലക്ഷനിൽ UDF-ന് പ്രസക്തമില്ലാതായി പോയി. PC ജോർജും LDF-ഉം എന്നുള്ള രീതിയിലായി മത്സരം. അതെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2021 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ജയിച്ചത്. അതുപോലെ 2016 27,821 മെജോറിറ്റി വോട്ട് നേടിയ ആളാണ് PC ജോർജ്. അതെ. അത് മുസ്ലിം വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മുസ്ലിം വോട്ട്, ആ മുസ്ലിം പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ്. അവിടെ CPM തന്നെ അവിടെ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു. LDF-ന്റെ സ്ഥാനാർത്ഥിയാണ് ഉണ്ടായിരുന്നത്. രണ്ട് മുന്നണികൾക്കിടയിലും മത്സരിച്ചാണ് അദ്ദേഹം. അതൊന്ന് പറയൂ, അത് UDF-ന്റെ LDF-ന്റെ എത്ര വോട്ടൊക്കെ കിട്ടിയെന്നുള്ളതെന്ന് പറയാമോ? 2021 നിയമസഭാ ഇലക്ഷനിൽ ഈ NDA-യുടെ ഒരു പിന്തുണയോടെ അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. എന്നിട്ട് പോലും 41,000 അധികം വോട്ട് PC ജോർജ് ലഭിച്ചു. അതേസമയം UDF 34,000 വോട്ട് ലഭിച്ച് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോവുകയായിരുന്നു. അതേസമയം BDJS അറിയാലോ, ഇവരുടെ NDA-യുടെ ഒരു സഖ്യകക്ഷിയാണ്. അവർക്ക് ലഭിച്ചത് 2,965 വോട്ട്, തുച്ഛമായ വോട്ട്. അതെ. ആ വോട്ട് കൂടി ഈ തവണ ഈ 2026 PC ജോർജിന് ചേർത്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയും. ഇതിനകത്ത് ഈ മുസ്ലിം വോട്ട് ഒരു നിർണായക ഘടകമാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ നാവ് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ശത്രുവായി മാറുന്നത്. ഇദ്ദേഹം പലപ്പോഴായിട്ട് പല അവസരങ്ങളിലായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. രണ്ട് മുന്നണികൾക്കൊപ്പവും ഇടിച്ചു നിന്ന ചീഫ് വിപ്പ് പദവിയിൽ ഇരുന്ന ആള് ഇപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ ഒതുക്കപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന്റെ നാവാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പൊ ഇതുപോലെ നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷനിൽ എങ്ങനെയായിരുന്നു പൂഞ്ഞാർ ഉൾപ്പെടുന്ന അവിടെ എങ്ങനെയായിരുന്നു? ലോക്കൽ ബോഡി ഇലക്ഷനിൽ വരുമ്പോൾ 5,000 വോട്ടിന്റെ ഡിഫറൻസ് ആണ് LDF-നും UDF-നും തമ്മിൽ വന്നത്. അതിൽ LDF-ൽ ഉണ്ടായിരുന്ന പല പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും UDF പിടിച്ചെടുത്തു. അത് മാത്രമല്ല PC ജോർജിന്റെ ഒരു പിന്തുണയിൽ പൂഞ്ഞാർ തെക്കേക്കര എന്നുള്ള പഞ്ചായത്ത് BJP കൈയടക്കി. അങ്ങനെയാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നോക്കുമ്പോൾ കാണിച്ചു. അതെ. ആ ഒരു PC ജോർജിന്റെ ഫാക്ടർ ആ ഒരു കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് പ്രതിഫലിച്ചു എന്ന് വേണം പറയാൻ. അതെ. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പറയുമ്പോൾ ഇത്തവണ പൂഞ്ഞാറിൽ ഇദ്ദേഹം മത്സരത്തിനായി ഇറങ്ങുമ്പോൾ 2026 ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് നേരിടാൻ പോകേണ്ടി വരുന്നത് അദ്ദേഹം തന്നെ മുൻകാലങ്ങളിൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിവാദമായ പല പ്രസ്താവനകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ഈ ശത്രുപക്ഷത്തുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇതെടുത്ത് ആയുധമാക്കുന്നത് അദ്ദേഹത്തിന് വളരെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നീട് മറ്റൊരു കാര്യം, കോട്ടയത്ത് ഈ പറയുന്ന BJP-ക്ക് ഉണ്ടായിട്ടുള്ള ഒരു ക്രിസംഖികളുടെ ഒരു ഇതുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്. ഇദ്ദേഹം എത്രയെങ്കിലും തവണ അവിടെ MLA ആയിരുന്ന ആളാണല്ലോ. ഇപ്പം നമ്മൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എത്ര തവണ അദ്ദേഹം മത്സരിച്ചത്, അല്ലെങ്കിൽ 2 തവണ അദ്ദേഹം തോറ്റി. 96 മുതൽ 2016 വരെ 8 തുടർച്ചയായി MLA അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഒരു പൂഞ്ഞാർ എന്ന് പറയുന്ന ഒരു മണ്ഡലം സെലക്ട് ചെയ്യുന്നു. അവിടെ തന്നെ അദ്ദേഹം വേണ്ടതെല്ലാം ചെയ്യുന്നു. മാണി സാറ് പാലയെ കൊണ്ടുപോകുന്ന പോലെ അദ്ദേഹം കൊണ്ടുപോകുന്നു. എന്നിട്ട് ഈ കണ്ട വെല്ലുവിളികളും ഇത് CPM വളരെ വ്യക്തമായി പണിയെടുത്തിട്ട് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെ ഇറക്കിയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ തോപ്പിച്ചത്. കാര്യം സഭ കാണിക്കരുത് എന്നുള്ള കാര്യം അത്ര കണ്ട് പുള്ളി ഇതിനകത്ത് ഇടപെട്ട് തോറ്റു കഴിഞ്ഞ് അദ്ദേഹത്തിനെ വേട്ടയാടി
ഇതിനെല്ലാം ഒരു മറുപടി ഇപ്പോൾ നമ്മുടെ പി സി ജോർജ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ, LDFന്റെ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ മത്സരിക്കുമ്പോൾ, അഡ്വക്കേറ്റ് സജി ജോസഫ് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഇവിടെ ഈ മത്സരത്തിൽ ഈ പറയുന്ന രീതിയിൽ പി സി ജോർജ് പിടിക്കുന്ന വോട്ടായിരിക്കും, പി സി ജോർജിന്റെ വോട്ട്, അതിന്റെ ശതമാനം അതായിരിക്കും പിന്നെ അവിടുത്തെ ആ മണ്ഡലത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. പി സി ജോർജ് ജയിക്കുമോ ഇല്ല എന്നുള്ള കാര്യം, അദ്ദേഹം ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. പിന്നെ പി സി ജോർജ് ആയതുകൊണ്ട് ചിലപ്പോൾ BJP സ്വതന്ത്രനായി ജയിച്ച ആളാണ്. പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പം മാറിയിട്ടുണ്ട്. അദ്ദേഹം മുൻപ് പറഞ്ഞ പലതും അദ്ദേഹത്തിന് ബൂമറങ്ങായി തിരിച്ചടിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഇവരിൽ രണ്ടുപേരിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് സജി ജോസഫാണോ ജയിക്കാൻ പോകുന്നത് എന്ന് നിർണ്ണയിക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന എത്ര വോട്ടായിരുന്നാലും, അത് കഴിഞ്ഞ തവണ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ച് അദ്ദേഹം തോറ്റുപോയ വോട്ടിനെക്കാളും 27,000 വോട്ടിനോ 10,000 വോട്ടിനാണ് അദ്ദേഹം തോറ്റത്. ഈ 10,000 വോട്ടിന് തോറ്റു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വിടവ്, അദ്ദേഹത്തിന്റെ ആ തോൽവിയുടെ ഖനം, അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കും എന്ന് നമുക്ക് കരുതാം. പൂഞ്ഞാറ് ഒരു ത്രികോണ മത്സരം, നല്ല ചൂടേറുന്ന ഒരു ത്രികോണ മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ 20,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് പി സി ജോർജിന്റെ ഒരു കോൺഫിഡൻസ്. ആ ഒരു പലയിടത്തും അതുപോലുള്ള സമുദായ വോട്ടോ കാര്യങ്ങളോ എല്ലാം അദ്ദേഹം ഉറപ്പിച്ച് എന്നതിന്റെ തെളിവാണിത്. അതെ.